ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന മാക്സിലോഫേഷ്യൽ ട്രോമ സർജറിയെക്കുറിച്ചാണ്. താടിയെല്ലുകൾക്ക് മുഖത്തെ മറ്റ് എല്ലുകൾക്കോ കണ്ണിൻ്റെ ചുറ്റുമുള്ള എല്ലുകൾക്കോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് ടിഷ്യൂസിനുണ്ടാകുന്ന ഇഞ്ചുറീസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു വിഭാഗമാണ് മാക്സിലോഫേഷ്യൽ ട്രോമ സർജറി. അത് മറ്റ് സർജറി വിഭാഗങ്ങൾ ആയ ന്യൂറോ സർജറി, പ്ലാസ്റ്റിക് സർജറി, ജനറൽ സർജറി മുതലായ സർജറികളെ പോലെ തന്നെ ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. കൂടുതലും അത് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് മാക്സിലോഫേഷ്യൽ ട്രോമ കൂടുതലും ഉണ്ടാകുന്നത്. അത് KM ചെറിയാൻ ഹോസ്പിറ്റലിൽ നല്ലൊരു ടീമുണ്ട് നമുക്കിവിടെ. മാക്സിലോഫേഷ്യൽ ട്രോമയും ന്യൂറോ സർജറി, ജനറൽ സർജറി, പ്ലാസ്റ്റിക് സർജറി മുതലായ എല്ലാ വിഭാഗങ്ങളും ചേർന്ന് ചെയ്യുന്നതായതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല ഒരു ടീമാണുള്ളത്. കണ്ണുമായിട്ടും അത് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് തന്നെ ചെയ്യുന്ന പല പ്രൊസീജിയറുകളും നമ്മൾ ചെയ്യാറുണ്ട്. അത് നമ്മുടെ മുഖത്തിൻ്റെ ഒരു നോർമൽ രീതിയിലേക്ക് അതിനെ തിരിച്ചെത്തിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്.